എന്താ പറയാൻ പോണത് വേഗം പറഞ്ഞ നമ്മ പറയാൻ പോണത് പറഞ്ഞോളീനെ പിള്ളേർക്ക് ചൂടുകാലവും പിന്നെ ലീവ് വെക്കേഷൻ അവർക്ക് ഇപ്പം നമ്മൾ വീട്ടിലൊരു തുണി എടുത്തിട്ട് ഒരു കഷ്ണം തുണി ഉണ്ടെങ്കിലും കുഞ്ഞു പിള്ളേർക്ക് തയ്ക്കാം, വലിയവർക്കായാലും തയ്ക്കാം. അത് എങ്ങനെയാ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അളവ് നമ്മൾ ഇപ്പോൾ ഒരു ഹൈറ്റ് ഒരു 15 എടുക്കണമെന്ന് വയ്ക്കുക. 15 ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മടക്കാനുള്ളത് 1.5 ഇഞ്ച് കൂട്ടാം. അപ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ച് തന്നെ കൂട്ടിക്കും. അപ്പോൾ 4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഹൈറ്റിൽ വേണ്ടി വരും. അത് ഹൈറ്റിൽ 4 ഇഞ്ച് ടീച്ചർ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അരവണ്ണത്തിൻ്റെ കൂടെയാണ് നമ്മൾ എത്ര കൂടുതൽ വേണമെന്നുള്ളതൊക്കെ ടീച്ചർ പറയുന്നത് അല്ലേ? മൊത്തം 4 ഇഞ്ച് നമുക്ക് ഇതിപ്പോൾ ചെറിയ കുട്ടിക്കുള്ളതാണെന്ന് അല്ലേ? ചെറിയ കുട്ടിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരവണ്ണം ഇപ്പോൾ ഒരു 25 ആണെന്ന് വെച്ചോ, 25 പ്ലസ് നമ്മൾ അതിൽ കൂടെ ഒരു 10 ഇഞ്ച് ലൂസ് കൊടുക്കാം. ടീച്ചർ മാർക്ക് ചെയ്ത് കാണാം. ലൂസ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. മടക്കിയിട്ട് നമുക്ക് അരവണ്ണം കറക്റ്റായിട്ട് എടുത്തിട്ട് അത് ഇങ്ങനെ മടക്കി എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം. തുണി വേസ്റ്റ് ആക്കണ്ടാന്ന്. അപ്പൊ ഇത് ഇറക്കായിട്ട് കിട്ടിയില്ലേ ടീച്ചറിന്? ഇറക്ക ഇപ്പൊ 4 മടക്ക് തുണിനെയാണ് ടീച്ചർ ഇട്ടിരിക്കുന്നത്. ചെറിയ കുട്ടിക്കാണ് ഇപ്പം നമ്മുടെ താഴെ കുട്ടിക്കാന്ന് വിചാരിച്ചോ. അപ്പോൾ എത്ര അവന് അരവണ്ണം വരുന്നുണ്ട്? 25 അരവണ്ണം വരുന്നുണ്ട്. അതിന് 4 ഭാഗം ശരിക്കും നമുക്ക് വേണ്ടോ, പ്ലസ് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്ക്കാനായിട്ട് വേണ്ടി വരും. 2.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 മടക്കിലാണ് ഈ 2.5 ഇഞ്ച്. അതാണ് ടീച്ചർ ഫസ്റ്റ് പറഞ്ഞ 10 ഇഞ്ചെന്ന്. നിങ്ങളെ പേടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2.5 ഇഞ്ച് എന്നൊക്കെ പറയണത്. അത് ഇതന്നെ ടീച്ചർ ഇങ്ങനെ വെട്ടണമെന്നുള്ളത് നോക്കിക്കോളൂ. ഇതൊക്കെ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഭംഗിയുള്ള പല കളറ് ട്രൗസറുകൾ ഇപ്പോൾ ഈ വെക്കേഷനിലേക്ക് ഉണ്ണികൾക്ക് റെഡിയാക്കി കൊടുക്കാം. നല്ല പൂവുള്ളത് കള്ളിയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മനസ്സിലായി? അടിയിൽ മടക്കാളെ വിട്ടു ടീച്ചർ ഇറക്കം ഒന്നും കൂടി കാണിച്ച ടീച്ചർ. 15 ഇഞ്ചും ഇറക്കം മതിയാവും. ആ വൈറ്റ് ഇവിടെ മടക്കാനുള്ളതും മേലേക്ക് മടക്കാനുള്ളതും നമ്മൾ ബാക്കിയുള്ളത് ഇറക്കാം. ആ പിന്നെ ഒരു സീറ്റിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു 8 ഇഞ്ച് മതിയാവും. മൊത്തത്തിൽ 9 എടുക്കാം. 9 ഇഞ്ച് സീറ്റ് അളവ് എടുക്കാം. ഇനിയിപ്പോൾ അരവണ്ണം ഞാൻ പറഞ്ഞു 25. നമുക്ക് 6.5 എണ്ണ് നമുക്ക് വരാം. അതിന് നമ്മൾ 6.5 വെച്ചിട്ട് വീണ്ടും 2.5 ഇഞ്ച് എക്സ്ട്രാ വെച്ചോ. കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ അളവായി. പിന്നെ എക്സ്ട്രാ നമുക്ക് സീറ്റിൻ്റെ ഇത് വരുന്നതുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് എടുത്തു. പ്ലസ് നമുക്ക് കൂടുതലുള്ളത് ഇങ്ങനെ എടുക്കാം. ഇവിടുന്ന് സീറ്റിൻ്റെ അളവിനുള്ളത് വീണ്ടും ഒരു 3 ഇഞ്ച് കൂടുതൽ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നന്നായി. നമുക്ക് രണ്ടായാലും ചെറിയ കുട്ടികൾക്ക് ആകുമ്പോൾ 2 ഇഞ്ച് മതി. സീറ്റിൻ്റെ ഇവിടെ നിന്ന് കർവ് ചെയ്ത് കൊടുക്കാം. കാൽവണ്ണം നമുക്ക് മാക്സിമം ലൂസാണ് നല്ലത് പിള്ളേർക്ക്. ഇതൊക്കെ കോട്ടൺ തുണിയിൽ നല്ല ഭംഗിയുള്ള ഈ നൈറ്റിയൊക്കെ വെട്ടുമ്പോൾ ഉള്ള ചേച്ചിമാർക്കൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് തുണി കിട്ടും അതിൽ നിന്ന്. അതൊക്കെ വെച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ തയ്ക്കാം കേട്ടോ. തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഈ വണ്ണം മതി കാലില്ല. എങ്ങനെ വെട്ടണം എന്നുള്ളത് നോക്കിക്കോ. ഇത് ഇങ്ങനെ ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ പിള്ളേർക്ക് ഇത് കളറായിട്ട് അടിച്ചു പൊളിച്ചിടാനായിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഏകദേശം പകുതിയിൽ തന്നെ നമുക്ക് ആ സീറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. സീറ്റ് അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. സാധാരണ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ്
ഒക്കെ ആയുള്ള കുട്ടിക്ക് 1 മീറ്റർ തുണിയിലൊക്കെ ഭംഗിയായിട്ട് തയ്ക്കാം. എലാസ്റ്റിക് നമ്മൾ ഇടാട്ടോ. എലാസ്റ്റിക് ഇട്ടാലും ഉണ്ണികളൊക്കെ സമ്മതിക്കുള്ളൂ. ഇപ്പോൾ വലിയൊരും ഇപ്പോൾ ആ സ്റ്റൈലിലേക്കല്ലേ, അല്ലാണ്ട് ഇപ്പോൾ ചിരടെടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. ഇപ്പോൾ വെള്ള ചിരടൊക്കെ കാണുന്നില്ലേ, വലിയ പല കളറിലുള്ള ചിരടുകൾ കട്ടിയുള്ളതൊക്കെ കിട്ടും, അത് വെച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഇത് കോട്ടൺ തുണിയിലൊക്കെയാണ് തയ്യട്ടാ. ഇതിപ്പോൾ നമ്മളിവിടെ വേസ്റ്റ് കിട്ടുന്ന, അതായത് കട്ടിങ് പീസ് കിട്ടുന്ന ഓരോ മോഡൽ തയ്ക്കുമ്പോൾ കട്ടിങ് പീസ് വന്ന തുണിയാണത്. നമുക്കത് കാണിക്കല്ലേ വേണ്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതല്ലോ. അപ്പം അതിന് കാരണം അതിന് പൈസ വേസ്റ്റ് ആക്കില്ല എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ഇതിലിപ്പോൾ ആർക്കാണോ തയ്ക്കേണ്ടത് അവിടെ ഇറക്കെടുക്കുക. അതിനേക്കാളും ഒരു 2 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് 2 ഇഞ്ച് താഴത്തേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ എടുക്കണം. ഇത് ഇതിൻ്റെ പാകത്തിന് എലാസ്റ്റിക് ഇട്ടിട്ട് അടിക്കുക കേട്ടോ. ഇലാസ്റ്റിക് ഉപയോഗിക്കാത്ത തന്നെ ഞാൻ അതിന് കാണിക്കുന്നില്ല. മടക്കിയിട്ട് ഇങ്ങനെ മടക്കാം, ഇത്തിരി വലുതാക്കിയിട്ട് തന്നെ മടക്കാം ട്രൗസറിന്. ഇപ്പോൾ ആദ്യമായിട്ട് അടിക്കുന്ന ആൾക്കാരൊന്ന് തുണിയുണ്ട്, ഫസ്റ്റ് ഇതല്ലേ 4 ഇഞ്ച് ഞങ്ങൾക്ക് പിടിച്ചിട്ട് വെറുതെ അടിക്കും, വെച്ച് അടിച്ചു കൊടുക്കും. കാലടി ഭാഗം മടക്കി തയ്ക്കാന്നല്ലേ, ആ 2 ഇഞ്ച് കൂടുതലിട്ടത് അവസാനിപ്പിക്കുക. ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടിഭാഗം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നല്ല അടിഭാഗം ഒപ്പം സീറ്റ് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം. ട്രൗസർ മുക്കാഭാഗം പണി കഴിഞ്ഞു എന്നല്ലേ. ബർമോഡ സാധാരണ നമ്മൾ അരവണ്ണത്തിൻ്റെ 3/4 ഭാഗമാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കണം അല്ലേ ടീച്ചറ്. വീതി ഇതിനേക്കാളും ഡബിളുള്ള അതായത് 1 ഇഞ്ചിൻ്റെ ഒക്കെ മിനിമം എടുക്കണം നല്ലത് കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കണമല്ലോ, അത് കാരണം നല്ലതല്ല അത്. അപ്പോൾ ഏകദേശം കളയാറായുള്ള ലാസ്റ്റൊക്കെ ചെയ്യണമെന്ന് അല്ലേ. ഇനി വേറെ ഏതാ ഒരു 2 ഐറ്റം കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വീതി കൂടിയിട്ടായിരിക്കട്ടെ. വീതി കൂടിയിട്ടാണ് ഉള്ള ലാസ്റ്റിക്കാണ് വരിക. ഇത് ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്, അതായിരിക്കും ഭംഗി കൂടുതൽ കിട്ടണ്ട. നന്നേ കുഞ്ഞതിനേലുണ്ടെങ്കിൽ വീതി കൂട്ടിയിട്ട് ആനാട് ചുറ്റും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിരുന്നു. അങ്ങനെ ടീച്ചർ ഇതാ ബർമോഡായിട്ട് ചിരിച്ചിരിക്കണൊക്കെ സൂപ്പറായില്ല തോട്ടെ. കുഞ്ഞിനങ്ങനെ ഒരു ബർമോഡ കിട്ടിയപ്പോൾ സൂപ്പറായില്ലേ. അപ്പോൾ അത് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട്
എല്ലാ വീട്ടിലും മെഷീനുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഇതിപ്പോൾ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ ഒരു വകഭേദമൊക്കെയാണ്. ഇനിയിപ്പോൾ ഐഡിയയിലേക്കൊക്കെ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ തയ്ക്കാൻ പറഞ്ഞു. ഇതാണ് ബർമോഡ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് വേണമെങ്കിൽ ചിരട് ഇടാം. അപ്പോൾ കുറച്ച് സ്റ്റൈല് വലിയവരൊക്കെ ചിരട് ഇട്ടിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഇടില്ല. ആമ്പിള്ളേരൊക്കെ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഒന്ന് താങ്ക് യു പറഞ്ഞോളൂ.